മിസ്സാണ് കേട്ടോ. അപ്പൊ സ്കൂളൊക്കെ തുറന്നു, മക്കളെല്ലാവരും വീണ്ടും പഠിക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നാലാമതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് വൃത്തി നൽകും ശക്തി, പവർ ഓഫ് ക്ലീൻനെസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ വൃത്തി നൽകുന്ന ശക്തി അല്ലെ, നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുമുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ പവർ ഓഫ് ക്ലീൻനെസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹൈജീൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നേ? ഈ ഡോക്ടർ അല്ലെ, ഡോക്ടർ കിഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഡോക്ടർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഡോക്ടർ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കിഡ്സിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും ഡോക്ടർ പറയുന്നതെന്നൊന്ന് നോക്കിയാലോ. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. എന്താ ഈ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ അല്ലെ. ഈ ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ അല്ലെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സോ ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ലീഡ്സ് ടു ഡിസീസസ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്തൊക്കെയാണ്? ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദ ഡിസീസസ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താം. എന്താ പറഞ്ഞിരിക്കുന്നത്? വി ക്യാൻ കീപ് മെനി ഡിസീസസ് അവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. അതായത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ, ആ കാര്യങ്ങൾ ചെയ്യാത്തപ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. ഒട്ടും കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെ, ഒട്ടും കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ കുളിക്കാതിരുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാനുണ്ട്? വ്രണങ്ങളും ചൊറിച്ചിലും അതേപോലെ തന്നെ റാഷസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒട്ടും പല്ല് തേച്ചില്ല എന്നുണ്ടെങ്കിലോ ആ വായ്ക്കുള്ളിൽ അല്ലെ ഒരുപാട് രോഗാണുക്കൾ വന്ന് വായ്ക്ക് വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. നഖം വെട്ടിയില്ലെങ്കിലോ നഖത്തിനിടയിൽ കീടാണുക്കളൊക്കെ കയറിക്കൂടി നമുക്ക് ഡിസെൻട്രി പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അസുഖം വരാം. അപ്പൊ നോക്കിക്കേ മക്കളെ, പേഴ്സണൽ ഹൈജീൻ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 2 നേരം പല്ലു തേക്കണം അല്ലെ. എന്താണ്? 2 നേരം പല്ലു തേക്കണം. ബ്രഷ് 2 times in a day. 2 നേരം നമ്മൾ എന്ത് ചെയ്യണം? പല്ലു തേക്കേണ്ടതുണ്ട്. പല്ലു തേച്ചാൽ മാത്രം മതിയോ? പോരാ അല്ലെ. നഖങ്ങൾ വളർന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം അല്ലെ. നഖങ്ങൾ വളരുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. മിതമായി ആഹാരം കഴിക്കണം അല്ലെ. എന്താ മിതമായി ആഹാരം കഴിക്കണം എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളതിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫുഡ് കൺട്രോൾ ചെയ്യണം. പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഫുഡാണ് ഫാസ്റ്റ് ഫുഡ്. നമ്മൾ പീടികയിൽ നിന്ന് കഴിക്കുന്ന ഷവർമ, ഷവായി അല്ലെ, ബർഗർ, പിസ്സ, ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? രോഗങ്ങൾ വരും അല്ലെ. അപ്പൊ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. മാത്രമല്ല ആഹാരത്തിന് മുൻപും പിൻപും കായും വായും വൃത്തിയായിട്ട് കഴുകണം അല്ലെ. എന്ത് ചെയ്യണം? ആ കൈയും വായും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. എന്ത് ചെയ്യണം? വാഷ് യുവർ ഹാൻഡ്സ് അല്ലെ പ്രോപ്പർലി ബിഫോർ ഹാവിങ് ഫുഡ് അല്ലെ. എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കൈ കഴുകണം. ആഫ്റ്ററും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈ കഴുകണം. മിക്ക ആളുകളും കൈ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകുന്നില്ല അല്ലെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതായത് കൊണ്ട് തന്നെ എച്ചിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോയി കഴുകും. പക്ഷേ കഴിക്കുന്നതിന് മുമ്പേ മിക്ക ആളുകളും മറന്നു പോവാറുണ്ട്. അപ്പൊ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ എല്ലാവരും മൈൻഡിൽ വെക്കുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ യു ഹാവ് ടു വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി അല്ലെ. ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുഡിന് ശേഷവും മുമ്പേയും നന്നായിട്ട് കൈകൾ വൃത്തിയാക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടോയ്ലറ്റ് യൂസ് അല്ലെ. ടോയ്ലറ്റ് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹാൻഡ്സും ലെഗ്സും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പല രോഗങ്ങളെയും, ഈ റാഷസ് പോലത്തെ രോഗങ്ങളെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുളിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി കുളിക്കാനുള്ളത് ശീലമാക്കുക. മേലെങ്കിലും നിർബന്ധമായിട്ടും
മേലും കഴുകുക. തല കഴുകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരും എന്ത് ചെയ്യുക, മേല് കഴുകാൻ മറക്കരുത്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മേലെങ്കിലും കഴുകി നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. Until then, bye bye.